ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടൊരു സൂപ്പിൻ്റെ റെസിപ്പി നോക്കാം. ഇത് ആക്ച്വലി ഒരു ഫ്യൂഷൻ സൂപ്പാണ്. തായ് സൂപ്പായിട്ടുള്ള ടോമിയം സൂപ്പിൻ്റെ ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു സൂപ്പാണിത്. അപ്പം നമ്മുടെ ലെമൺ ചിക്കൻ സൂപ്പിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 5-6 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, സ്പ്രിംഗ് ഒനിയൻ, പിന്നെ ലെമണിൻ്റെ ലീവ്സും എടുത്തിട്ടുണ്ട്. കുറച്ച് ബ്രൊക്കോളിയും ബട്ടൺ മഷ്റൂമും എടുത്തിട്ടുണ്ട്. 100 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് കഴുകി ഉപ്പും കുരുമുളകും ഇട്ടിട്ട് കുറച്ചധികം വെള്ളം വെച്ച് നമുക്കിതിനെ വേവിച്ച് മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം, ചിക്കൻ്റെ സ്റ്റോക്ക്, അതും നമ്മൾ സൂപ്പിന് യൂസ് ചെയ്യുന്നുണ്ട്. അതും കൂടെ എടുത്ത് വയ്ക്കാം. ചിക്കൻ നന്നായിട്ട് വെന്ത ശേഷം ചിക്കൻ്റെ എല്ലൊക്കെ ഒന്ന് മാറ്റി ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി സൂപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഇവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിലിന് പകരം വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒക്കെ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പോർഷൻ ഇതിലോട്ട് ചേർത്തൊന്ന് സോട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുള്ളതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് സോട്ടായി വരുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടൺ മഷ്റൂമിലേക്ക് ചേർത്ത് കൊടുക്കാം. സൂപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ ഇടുന്നുണ്ട്. ആദ്യം ചിക്കൻ വേവിച്ചപ്പോൾ നമ്മൾ അതിൽ ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ടിട്ടായിരുന്നു വേവിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചിക്കൻ സ്റ്റോക്കിലും ചിക്കനിലൊക്കെ ഉപ്പുണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ പിന്നീട് ഉപ്പിടാനായിട്ട്. ഇനി മഷ്റൂമൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്കിതിനൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കുമ്പോൾ നമ്മുടെ മഷ്റൂമൊക്കെ ഒന്ന് വെന്തൊന്ന് ഷ്രിങ്ക് ചെയ്തിട്ടുണ്ടാവും. ഈ സമയത്ത് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ബ്രൊക്കോളി ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് ഒന്നും അധികം വെന്തൊന്നും പോകണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാകത്തിന് വെജിറ്റബിൾസൊക്കെ റെഡിയാവും. പ്രത്യേകിച്ച് ബ്രോക്കോളി അധികം വെന്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റേ പോവും. അപ്പോൾ ബ്രോക്കോളി ചെറിയൊരു ക്രഞ്ചിനെസ്സോട് കൂടി കഴിക്കാനാണ് ടേസ്റ്റ്. ഇനി നമുക്ക് വേവിച്ച് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനും വെജിറ്റബിൾസും എല്ലാം നന്നായിട്ടൊന്ന് മിക്സായ ശേഷം നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നമ്മൾ എടുത്തു വെച്ചിരുന്ന സ്റ്റോക്ക് വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചൂടുവെള്ളം കൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട്. 1 ഗ്ലാസ്സോളം ചൂടുവെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടുവെള്ളത്തിന് പകരം നമുക്ക് വേണമെങ്കിൽ വെജിറ്റബിളിൻ്റെ സ്റ്റോക്കോ അല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്കോ തന്നെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്കിത് മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ദേ ഇപ്പോൾ വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരല്പം കുരുമുളക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിപ്പോൾ ഉപ്പ് അല്പം കുറവാണ്, അപ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ലെമൺ ലീവ്സ് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ പറഞ്ഞ പോലെ ഇതൊരു തായ് സൂപ്പിൻ്റെ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു സൂപ്പാണ്. അപ്പോൾ ആ തായ് സൂപ്പുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ അവർ ലെമൺ ലീവ്സ് നല്ലോണം യൂസ് ചെയ്യുന്നുണ്ടാവും. ലെമൺ ലീവ്സ് സൂപ്പിൽ ആഡ് ചെയ്യുന്നത് നല്ലൊരു ഫ്ലേവറും മണവും ഒക്കെ നമ്മുടെ സൂപ്പിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഈ ലെമൺ ലീവ്സ് ഇട്ട് കുറച്ച് നേരം സൂപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ ലീവ്സൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. കാര്യം പിന്നീട് ഇതിൽ കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ടേസ്റ്റ് വ്യത്യാസം വരാനുള്ള ചാൻസ് ഉണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ലെമൺ ചിക്കൻ സൂപ്പ് സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എപ്പോഴും സൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പലർക്കും പല രീതിക്കായിരിക്കും അത് ഇഷ്ടപ്പെടുക. ചിലർക്ക് കുറച്ച് ഉപ്പ് കൂടുതൽ വേണമായിരിക്കും, ചിലർക്ക് എരിവായിരിക്കും കൂടുതൽ വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ച് ഉപ്പോ കുരുമുളകോ ഒക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടോ കുറച്ചിട്ടോ ഒക്കെ യൂസ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി സൂപ്പാണ് നമ്മുടെ ഈ ലെമൺ ചിക്കൻ സൂപ്പ്. അരമുറി നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞ് ചേർത്ത് നമുക്കിത് ചൂടോടുകൂടി സെർവ് ചെയ്യാം. ലെമൺ ജ്യൂസ് ഓപ്ഷനിലാണ് കേട്ടോ, ഇഷ്ടമുള്ളവർ മാത്രം ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.